എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 92ാമത്തെ ശ്ലോകം നോക്കാം. പ്രീത്യാ കാന്തൻ നിയോഗിച്ചഴൽ കളവതിനായുദ്ധവർ വന്നതിപ്പോൾ അത്യവേഗാൽ വിയോഗത്തുയിർകൾ മധുകരത്തോടശേഷം പറഞ്ഞാർ. തത്വം ചിത്തേ ധരിച്ചപ്പൊഴുതു വിരഹജം ദുഃഖമെല്ലാം ത്യജിപ്പാനെത്തിയിടും ഭക്തി കണ്ടുദ്ധവരും അവിടയ ഗോപികൾക്കായി നമിച്ചാൻ. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ദശമത്തിലെ 46ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് ഇവിടെ പൂന്താനം സൂചിപ്പിക്കുന്നത്. ഭ്രമരഗീതം എന്ന് പറയും ആ അധ്യായത്തിന് പേര്. ഉദ്ധവരെ ശ്രീകൃഷ്ണൻ മധുരയിൽ ചെന്നിട്ട് ഉദ്ധവരെ ഗോപികളുടെയും അച്ഛനമ്മമാരുടെയും ഗോപികളുടെയും വിരഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവരെ ഒരു സന്ദേശവും കൊടുത്ത് പറഞ്ഞയക്കും. ആ ഭാഗമാണ് ഇതിൽ പറയുന്നത്. പ്രീതിയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ വിരഹദുഃഖം അകറ്റാനായി കാന്തൻ വ്രജത്തിൻ്റെ നാഥനായ ശ്രീകൃഷ്ണൻ അയച്ച ദൂതനാണ് ഉദ്ധവൻ. ഉദ്ധവൻ വൃന്ദാവനത്തിലെത്തി. അവിടെ കൃഷ്ണൻ വരുന്നതും കാത്ത് അങ്ങനെ യശോദയും നന്ദഗോപരും ഗോപികളും ഗോപന്മാരും അന്ന് വേണ്ട മിണ്ടാപ്രാണികളടക്കം ശ്രീകൃഷ്ണനെ കാത്ത് ആ വിരഹദുഃഖം സഹിച്ച് അവിടെ കൃഷ്ണൻ പോയതിൽ പിന്നെ അങ്ങനെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ അവരുടെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി ആണ് ഉദ്ധവരെ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വിടുന്നത്. അവിടെ ചെന്നു നന്ദഗോപരെയും യശോദയും ഒക്കെ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഗോപികമാർ വന്നു ഉദ്ധവരെ കണ്ടു. ഉദ്ധവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൃഷ്ണൻ പറഞ്ഞയച്ചതാണ് എന്ന്. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ അനുചരനാണ് ഉദ്ധവൻ. ഉദ്ധവോ ബുദ്ധിസത്തമ എന്നാണ് ഭാഗവതത്തിൽ പറയണത്. അതീവ ബുദ്ധിമാനാണ്. ശ്രീകൃഷ്ണൻ്റെ സന്തത സഹചാരിയാണ്. എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ഉള്ളയാളാണ്. മന്ത്രിയാണ് കൃഷ്ണൻ്റെ. അങ്ങനെ എല്ലാ ഉപദേശവും കൃഷ്ണന് അങ്ങനെ മതി, ഇങ്ങനെ ആയാൽ നന്ന്, അങ്ങനെ ആയാൽ കൊള്ളാം എന്ന് കൃഷ്ണനോട് ചോദിച്ചിട്ടേ ഉദ്ധവരോട് ചോദിച്ചിട്ടേ ശ്രീകൃഷ്ണൻ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ കൃഷ്ണനെ പോലെ തന്നെയാണ് വേഷവിധാനങ്ങളും. ശ്രീകൃഷ്ണൻ തലേ ദിവസം ധരിച്ച പീതാംബരവും അതുപോലെ വനമാലയും അങ്ങനെ അഴിച്ചു വെച്ച ആ വസ്ത്രങ്ങളും മാലയും ഒക്കെയാണ് ഉദ്ധവർ ധരിക്കാറ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം കണ്ടാൽ കൃഷ്ണനെ പോലെ തന്നെ ആണ് ഉദ്ധവരും. അങ്ങനെയുള്ള ആ ഉദ്ധവരെയാണ് കൃഷ്ണൻ പറഞ്ഞയച്ചത് എന്ന് പറയണം. അത് കൃഷ്ണൻ അവിടെ ചെന്നപ്പോൾ ഗോപികമാർക്ക് അവരുടെ മനസ്സിലുള്ള ദുഃഖവും വിഷമം, ദേഷ്യവും സങ്കടവും എല്ലാം ഈ ഉദ്ധവരോട് പറഞ്ഞു കേൾപ്പിച്ചു. അവർ എല്ലാം പറഞ്ഞു. വിരഹം, ദേഷ്യം എല്ലാം ഉദ്ധവരോട് പറയുക അവർ. അപ്പോൾ അത്യവേഗാൽ എന്ന് പറഞ്ഞാൽ അത്യവേഗാൽ എന്നാണ്. ചില ശ്ലോകങ്ങൾ ആവേഗാൽ എന്നും ഉണ്ട് എന്ന് പറയുന്നു. അവേഗാൽ എന്ന് പറയുമ്പോൾ ഒട്ടും ധൃതിയില്ലാതെ ശാന്തമായി വളരെ സാവധാനത്തിൽ വിയോഗത്തുയിർകൾ. ആ സമയത്ത് വിയോഗത്തുയിർകൾ എന്ന് പറഞ്ഞാൽ വിരഹതാപം മുഴുവനും അവിടെ വന്ന ഒരു വണ്ടിനോട് പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. അതാണ് ഭ്രമരഗീതം. അവിടെ ആ ഉദ്ധവരോട് ഇവരുടെ സങ്കടങ്ങൾ മുഴുവനും ഗോപികമാരങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് രാധാദേവിയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ ഒരു വണ്ട് വന്നിരുന്നു അത്രേ. ആ വണ്ടിനോട് ശ്രീകൃഷ്ണനോട് എന്നുള്ള സങ്കല്പത്തിൽ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവർ
പറയും. മധുകരത്തോട് അശേഷം പറഞ്ഞാർ എന്നാണ്. മധുകരം എന്ന് പറഞ്ഞാൽ വണ്ട്, അശേഷം എന്ന് പറഞ്ഞാൽ ഒട്ടും ശേഷിക്കാതെ. ഒന്നും വിശേഷം അശേഷമില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അല്ലേ. അത് തന്നെ, ഒരു വിശേഷമില്ല എന്നുള്ളതിനാണ് നമ്മൾ അങ്ങനെ പറയാറ്. ഇത് ഒന്നൊഴിയാതെ പറഞ്ഞു കേൾപ്പിച്ചു. സങ്കടങ്ങളും വിരഹവും എല്ലാം ഒട്ടും ശേഷിക്കാതെ ഗോപികമാർ ആ മധുകരത്തോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഗോപികമാരുടെ ആ കൃഷ്ണനോടുള്ള ആ ഭക്തിയും സ്നേഹവും ഒക്കെ കണ്ടിട്ട് കൃഷ്ണൻ കൊടുത്തയച്ച സന്ദേശം ഗോപികമാരെ ഉദ്ധവർ പറഞ്ഞു കേൾപ്പിക്കും. ആ സന്ദേശം കേട്ടിട്ട് ഗോപികമാരുടെ വിരഹമെല്ലാം അസ്തമിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ ഉദ്ധവർ അവിടുന്ന് മടങ്ങുമ്പോൾ, അവിടെ കുറേ നാൾ താമസിച്ചിട്ടാണ് ഉദ്ധവർ അവിടുന്ന് മടങ്ങണത്. ഉദ്ധവർ അവിടുന്ന് മടങ്ങുമ്പോൾ ഈ ഗോപികമാരെ തൻ്റെ ഗുരുനാഥകളായി മനസാവരിച്ചു എന്നാണ് പറയണത്. ജന്മജന്മാന്തരങ്ങളിൽ ഇതുപോലുള്ള ഒരു കൃഷ്ണഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് ഗോപികമാരുടെ പാദരേണുക്കളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു എന്നും പറയുന്നു ഭാഗവതത്തിൽ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. മിക്കവരും കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം അല്ലേ. ഈ ഗോപികമാരുടെ പാദരേണുക്കളെ ശിരസാവഹിക്കത്തക്ക വിധത്തിൽ ഈ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ മോഹിക്കണു അടിയൻ എന്നാണ് ഉദ്ധവർ പാടിയത്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ നമ്മൾ? പുല്ലായി ജനിക്കരുതോ അല്ലേൽ കല്ലായി ജനിക്കരുതോ, മറ്റൊരു ജന്മമുണ്ടോ എനിക്കിനി, മറ്റൊരു ജന്മമുണ്ടോ, ഉണ്ടെന്നാകിൽ ആ വൃന്ദാവനതലേ പുല്ലായി ജനിക്കരുതോ അല്ലേൽ കല്ലായി ജനിക്കരുതോ. ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കൃഷ്ണഭക്തന്മാരെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. എല്ലാവർക്കും അതാണ് മോഹം. ആ വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും പാദരേണുക്കൾ പതിഞ്ഞു കിടക്കുന്ന ആ വൃന്ദാവനത്തിലെ മണ്ണിൽ ഒരു പുല്ലായിട്ടോ ഒരു കല്ലായിട്ടോ ഒരു ജന്മം നമുക്ക് കിട്ടണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഉദ്ധവർ ഗോപികമാരോടും നന്ദഗോപരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറപ്പെട്ടു മധുരയിലേക്ക്. അന്ന് ഗോപികമാരും ഗോപന്മാരും എല്ലാവരും ഓരോരോ സമ്മാനങ്ങൾ ശ്രീകൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് തേരിൽ കൊണ്ടുവച്ചു. അവർ ഗദകണ്ഠരായിട്ട് കണ്ണീരിന്ന് കണ്ണീരിങ്ങനെ വാർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മനോവൃത്തികളെല്ലാം കൃഷ്ണപാദങ്ങളെ ആശ്രയിച്ചാവണമേ, വാക്കുകൾ എപ്പോഴും കൃഷ്ണനാമങ്ങൾ ഉച്ചരിക്കുന്നതായി വരണമേ, അതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശ്രീകൃഷ്ണന് വേണ്ടിയാവണമേ. ഇങ്ങനെ എല്ലാം മനോവാക്കായങ്ങൾ മുഴുവനും കൃഷ്ണനിൽ സമർപ്പിച്ച് അവർ അങ്ങനെ നിന്നു. അതെല്ലാം ഭഗവാനെ അവിടെ ഉദ്ധവർ പോയിട്ട് ഭഗവാനെ അറിയിച്ചു. അതെല്ലാം അവർ കൊടുത്ത എല്ലാ സമ്മാനങ്ങളും അവിടെ പോയിട്ട് വാസുദേവനും ബലരാമനും കൊടുത്ത് എല്ലാ വർത്തമാനവും അവരെ അറിയിച്ചു ഉദ്ധവർ എന്നാണ് പറയണത്. ഗോപികളുടെ ഭ്രമരഗീതം മുഴുവനും മനസ്സിലാവാൻ ശ്രീമദ് ഭാഗവതമൊക്കെ ഒന്ന് എടുത്തു വായിച്ചാൽ മനസ്സിലാവും. ഒരു ശ്ലോകം കൂടി നോക്കാം. അക്രൂരനെ കൊണ്ടധ ഹസ്തിപുര്യാമക്രൂര
അക്രൂരനെ കൊണ്ടഥ ഹസ്തിപുര്യാമക്രൂര ദുര്യോധന വൃത്തമെല്ലാം അക്രൂരരാം പാണ്ഡവർ വൃത്തവും താനഗ്രേ ധരിക്കും ഹരയേ നമോസ്തു. അക്രൂരനെ കൊണ്ടഥ അക്രൂരരെ പിന്നീട് അക്രൂരരെ ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. ഉദ്ധവരെ ഒക്കെ പറഞ്ഞയച്ച് എല്ലാവരെയും സമാധാനിപ്പിച്ചതിന് ശേഷം ഹസ്തിനപുരിയിലേക്ക് അയച്ചത് അക്രൂരരെയാണ് എന്നാണ് പറയണത്. എന്തിനാണ് അയച്ചത്? ആ ക്രൂര ദുര്യോധന വൃത്തമെല്ലാം. ആ ക്രൂര, അത് ആ പദങ്ങളുടെ പ്രയോഗം നോക്കൂ, പ്രാസം കൊണ്ട്. അക്രൂരനെ കൊണ്ടഥ ഹസ്തിപുര്യാമക്രൂര ദുര്യോധന വൃത്തമെല്ലാം. അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് അയച്ചിട്ട് ആ ക്രൂരനായ ദുര്യോധനൻ്റെ വൃത്താന്തം അല്ലെങ്കിൽ അയാളുടെ ചെയ്തികളെല്ലാം അക്രൂരരാം പാണ്ഡവർ വൃത്തവും എന്ന് വെച്ചാൽ അക്രൂരർ എന്ന് പറഞ്ഞാൽ സാധുക്കളായ പാണ്ഡവരുടെ അവസ്ഥ, അതും അഗ്രേധരിക്കും, മുൻകൂട്ടി തന്നെ അന്വേഷിച്ച് അറിയുന്ന, മുമ്പേ തന്നെ ഇവരുടെയൊക്കെ ആ പാവങ്ങളായ പാണ്ഡവരുടെയും ക്രൂരനായ ദുര്യോധനൻ്റെയും, ദുര്യോധനൻ ദ്രോഹിച്ച് കഴിയാണ് പാണ്ഡവന്മാർ അല്ലേ, അവരുടെ എല്ലാം വിശേഷങ്ങൾ അല്ലെങ്കിൽ അവസ്ഥ മുൻപേ കൂട്ടി തന്നെ അന്വേഷിച്ചറിയുന്ന, അല്ലെങ്കിൽ സർവ്വതാപങ്ങളെയും ഹരിക്കുന്ന ആ ഭഗവാൻ ഹരയേ, അങ്ങനെ ഉള്ള ആ ഹരിക്ക് ആയിട്ട്, ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ, സർവ സങ്കടങ്ങളെയും ഹരിക്കുന്നവനായ ആ ഭഗവാനെ നമസ്കരിക്കുന്നു. നമോസ്തു, നമസ്കാരം ഭവിക്കട്ടെ എന്ന്. നമ അസ്തു എന്നാണ്. ആ ഭഗവാന് നമസ്കരിക്കുന്നു എന്നർത്ഥം. പാണ്ഡവന്മാർക്ക് എന്നും തുണയായിട്ട് നിന്നിരുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ. ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.